ശരിയാണ്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി പലർക്കും പല അഭിപ്രായമാണ്. ലാലേട്ടൻ വന്നിട്ട് അനുമോളോട് മാത്രം ഒരുപാട് ദേഷ്യപ്പെടുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ അനുമോൾ ഫാൻസിന് നമുക്ക് സഹിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോളെ അവിടെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ബുള്ളിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു വീട്ടിനുള്ളിൽ ഒരാളെ മാത്രം ഇങ്ങനെ ബുള്ളിങ് ചെയ്താൽ അതൊട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ പ്രേക്ഷകർക്ക്. അപ്പോൾ അത് സഹിക്കുന്ന ആ ഒരാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ലാലേട്ടൻ അനുമോളെ ഫേവർ ചെയ്തൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനുമോളെ ബിഗ് ബോസിന് വേണം, അത്ര തന്നെ. തൊട്ടതിന് പിടിച്ചതിനൊക്കെ അനുമോള് കരയായിരിക്കും, അതൊരുത്തരുടെ ശീലമാണ്. എന്നാലും ആ കരച്ചിലിനോടൊപ്പം തന്നെ ആ കുട്ടി നല്ല ബോൾഡായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജിസൈലിനെ അനുവിനെ ഒരുപോലെ തന്നെയാണ് ലാലേട്ടൻ വഴക്ക് പറഞ്ഞത്. ഒരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ ചുണ്ടത്ത് പോയി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അനുമോൾ ആ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയുള്ള കാര്യമല്ല. വേറെ എത്രയോ കാര്യങ്ങൾ അനുമോൾക്ക് അവിടെ ചെയ്യാനുണ്ട്. ഇപ്പോഴും ജിസൈലിൻ്റെ പുറകെ നടക്കുന്നത് മാത്രം ശരിയല്ല. അവരത് ഒരുങ്ങിക്കോട്ടെ. അത് ഇത്രയും ക്യാമറയുടെ മുമ്പിൽ നമ്മളെല്ലാവരും കാണുന്നതാണ്, ബിഗ് ബോസ് കാണുന്നതാണ്. അല്ലെങ്കിൽ ഒരു പതിയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ചെയ്യാം എന്നവർക്ക് പറയാമെന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ജിസൈലിനെയും ലാലേട്ടൻ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ച് തല്ലുമ്പോൾ അതൊരു കിച്ചണാണ്, അവിടെ പല സാധനങ്ങളും കാണും, എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച് രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള വഴക്ക് കൂടുതൽ അനുമോൾക്കാണ് കിട്ടിയെങ്കിലും സെയിം ആയിട്ടുള്ള ശിക്ഷ തന്നെയാണ് ലാലേട്ടൻ രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്നത്. അനുമോൾ അയ്യോ കരഞ്ഞോളൂ, അനുമോൾ ചെയ്ത് ശരിയാണ്, അനുമോൾ അങ്ങനെ കണ്ടുപിടിക്കണമായിരുന്നു, മേക്കപ്പ് ചെയ്ത് കണ്ടുപിടിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ വീണ്ടും ഈ ജിസൈലിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കളി മാറ്റാനും വേണ്ടിയിട്ടാണ് അവർക്കെല്ലാം സാധനങ്ങൾ കൊടുക്കുകയും ആ ഒരു കാര്യം പറഞ്ഞു നിർത്തിച്ചു. ഇതേപോലെ തന്നെ അനീഷിനെയും ലാലേട്ടൻ നല്ലപോലെ ഒന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷിനെ. അതുപോലെ തന്നെ അനുമോളും ഇനി സൂപ്പറായിട്ട് കളിക്കുകയും ചെയ്യും. ജിസൈലിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാകും. ഇനി വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വരുന്നുണ്ട്, അപ്പോഴും ഈ ചീള് കേസ് കൊണ്ടിരുന്നാലൊന്നും ശരിയാവത്തില്ല. അതിനുവേണ്ടിയൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ലാലേട്ടനും കൂടെ അനുമോളെ ഒന്ന് തേച്ചു മിനുക്കി എത്തിയെന്ന് തന്നെ പറയാം ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇനി പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളികൾ കാണാം. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. താങ്ക്